ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്മസിന് മുന്നോടിയായി ശനിയാഴ്ച രാവിലെ മുതൽ യുകെയിൽ ശക്തമായ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ക്രിസ്മസ് പ്രമാണിച്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾ റോഡിലിറങ്ങുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി. 50 മുതൽ 60 മൈൽ വേഗതയിൽ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. സ്കോട്ട്ലൻഡ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ ഞായറാഴ്ച രാത്രി 9 മണി വരെയാണ് യെല്ലോ മുന്നറിയിപ്പ്. മുൻ എംപിമാരും വിശ്വസ്തരും ഉൾപ്പെടെ 30 പുതിയ ലേബർ അംഗങ്ങളെ ഹൗസ് ഓഫ് ലോർഡ്സിൽ നിയമിച്ച് കെയർ സ്റ്റാമർ സർക്കാർ. പ്രധാനമന്ത്രിയുടെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് സ്യൂഗ്രയ്ക്കും ഹൗസ് ഓഫ് ലോർഡ്സിൽ ഇരിപ്പിടം നൽകിയിട്ടുണ്ട്. ആഭ്യന്തര തർക്കങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന സ്ഥാനം സ്യൂഗ്രയെ ഉപേക്ഷിച്ച് 2 മാസത്തിനു ശേഷമാണ് ഈ പദവി ലഭിക്കുന്നത്. യുഎസിലെ ബ്രിട്ടന്റെ നിയുക്ത അംബാസഡർ ലോർഡ് പീറ്റർ മണ്ടൽസണെ ഒരു തികഞ്ഞ വിട്ടി എന്ന് വിശേഷിപ്പിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മാനേജറായിരുന്ന ക്രിസ് ലാസിവിറ്റ. ലോർഡ് മണ്ടൽസൺ വീട്ടിൽ തന്നെ തുടരണം എന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിൽ ക്രിസ് ലാസിവിറ്റ കളിയാക്കി. നിലവിലെ പ്രൊഫഷണലും ബഹുമാനിക്കപ്പെടുന്ന അംബാസഡറെ മാറ്റിക്കൊണ്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തീരുമാനത്തെ ലാസിവിറ്റ വിമർശിച്ചു. ലോർഡ് മണ്ടൽസൺ ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ്. ലോർഡ്സിൽ അംഗത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ടോണി ബ്ലെയറിന്റെയും ഗോർഡൻ ബ്രൗണിന്റെയും കീഴിൽ 1-ലധികം മന്ത്രിപദങ്ങൾ വഹിച്ചിട്ടുണ്ട്. എന്നാൽ യുഎസിലെ യുകെയുടെ അടുത്ത അംബാസഡറായി തന്റെ നിയമനം ഒരു വലിയ ബഹുമതി എന്നാണ് ലോർഡ് മണ്ടൽസൺ വിശേഷിപ്പിച്ചത്. ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ ബൈക്കുകൾ അപകടകാരിയായി മാറിയേക്കാമെന്ന് ലണ്ടൻ അഗ്നിശമന സേനയുടെ മുന്നറിയിപ്പ്. ക്രിസ്മസിന് ദിവസങ്ങൾക്ക് മുമ്പ് തെക്ക് കിഴക്കൻ ലണ്ടനിലെ കാറ്റ്ഫോർഡിലെ റെൻഷോ ക്ലോസിലുണ്ടായ തീപിടുത്തത്തിന് ശേഷം ഈ ബൈക്കുകൾ അപകടകരം ആയിരിക്കുമെന്ന് അഗ്നിശമന സേന മുന്നറിയിപ്പ് നൽകി. ഈ ബൈക്ക് ബാറ്ററി പൊട്ടിത്തെറിച്ച് ഒരു വീട് കത്തി നശിച്ചിരുന്നു. പെഡൽ സൈക്കിളിൽ നിന്ന് ബാറ്ററി പാക്ക് ഘടിപ്പിച്ച് പരിവർത്തനം ചെയ്ത ഈ ബൈക്ക് ചാർജ് ചെയ്യുകയായിരുന്നു. നിമിഷനേരം കൊണ്ട് വീട് പൂർണ്ണമായും കത്തി നശിച്ചു. യൂറോപ്യൻ യൂണിയന് ഭീഷണിയുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ധനവും എണ്ണയുമെല്ലാം അമേരിക്കയിൽ നിന്ന് വാങ്ങണമെന്നും അല്ലെങ്കിൽ ഉയർന്ന താരിഫുകൾ ഈടാക്കുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്കുമെതിരെ വർദ്ധിച്ച നികുതി താരിഫ് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയനുള്ള ട്രംപിന്റെ വിരട്ടൽ. യുഎസുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാനുള്ളതുകൊണ്ട് യൂറോപ്യൻ യൂണിയനോട് നമ്മളിൽ നിന്ന് കൂടുതൽ എണ്ണയും ഗ്യാസും വാങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ താരിഫുകൾ തയ്യാറായിരുന്നോളൂ എന്നാണ് ട്രംപ് കുറിച്ചത്. നേരത്തെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നാറ്റോയ്ക്ക് ഫണ്ട് നൽകുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടും ട്രംപ് രംഗത്തു വന്നിരുന്നു. വിമത സൈന്യം രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്തതോടെ നാടുവിട്ട മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ്. വിമത സൈന്യം രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്തതോടെ നാടുവിട്ട മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഇസ്രയേലിന് നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന ആരോപണം. രാജ്യത്തെ ആയുധശേഖരങ്ങളുടെയും അവ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെയും അടക്കമുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയാണ് അസദ് രാജ്യം വിട്ടതെന്നാണ് ടർക്കിഷ് പത്രം ഹുറിയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യം വിട്ട അസദ് ഇപ്പോൾ റഷ്യയിൽ ഉണ്ട്. താൻ രാജ്യം വിടുമ്പോൾ ഇസ്രയേൽ തന്നെ ആക്രമിക്കരുതെന്ന് ഉറപ്പ് ലഭിക്കാനാണ് ആയുധങ്ങളുള്ള സ്ഥലങ്ങൾ അസദ് ചോർത്തിക്കൊടുത്തത് എന്നാണ് റിപ്പോർട്ട്. ദുബായിൽ രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയതോടെ വിസ അനുവദിക്കുന്നതിനൊപ്പം അടിസ്ഥാന ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഇൻഷുറൻസ് പാക്കേജ് മാനവ വിഭവ മന്ത്രാലയം പ്രഖ്യാപിച്ചു. അടുത്ത വർഷം മുതൽ വീട്ടുജോലിക്കാർക്കടക്കം സ്വകാര്യ മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കും. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി, ആരോഗ്യ സാമൂഹ്യ സുരക്ഷാ മന്ത്രാലയം, എമിറേറ്റിലെ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയുമായി സഹകരിച്ചാണ് മന്ത്രാലയം ചെലവ് കുറഞ്ഞ ഇൻഷുറൻസ് പാക്കേജുകൾ നൽകുന്നത്. കിഴക്കൻ ജർമ്മനിയിലെ മഗ്ഡെബർഗ് നഗരത്തിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിൽ ആൾക്കൂട്ടത്തിലേക്ക് BMW കാർ ഇടിച്ചു കയറി ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ മരിച്ചു. 68 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 15 പേരുടെ നില ഗുരുതരം. പ്രാദേശിക സമയം 7 മണിയോടെയാണ് സംഭവം. കാർ ഓടിച്ച സൗദി അറേബ്യൻ സ്വദേശിയായ ഡോക്ടറെ പോലീസ് പിടികൂടി. ആളുകളെ ഇടിച്ചിട്ട ശേഷവും 400 മീറ്റർ ദൂരം ഇയാൾ വണ്ടിയോടിച്ചതായി റിപ്പോർട്ടുണ്ട്. 2006 മുതൽ ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയ പ്രതി നിലവിൽ ബോൺബർഗിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ്. സംഭവം ഭീകരാക്രമണമാണോ എന്ന് സംശയിക്കുന്നതായി പ്രാദേശിക സർക്കാർ വക്താവ് പറഞ്ഞു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം റോബിൻ ഉത്തപ്പയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ്. പ്രോവിഡന്റ് ഫണ്ട് തട്ടിപ്പ് കേസിലാണ് താരത്തിന് അറസ്റ്റ് വാറന്റ് ലഭിച്ചിരിക്കുന്നത്. PF റീജിയണൽ കമ്മീഷണർ S ഗോപാൽ റെഡ്ഡിയാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. റോബിൻ ഉത്തപ്പയുടെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറീസ് ലൈഫ് സ്റ്റൈൽ
ബ്രാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ നിന്ന് 23 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് താരത്തിനെതിരെയുള്ള ആരോപണം. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പല ജീവനക്കാർക്കും PF പണം നൽകാതെ വഞ്ചിച്ചതായി പരാതിയുണ്ട്. ഡിസംബർ 4-നാണ് റീജിയണൽ കമ്മീഷണർ റോബിൻ ഉത്തപ്പയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാൻ പോലീസിന് നിർദ്ദേശം ലഭിച്ചത്. എന്നാൽ താരം താമസം മാറിയതിനാൽ വാറന്റ് PF ഓഫീസിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. 2022 സെപ്റ്റംബറിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം കഴിഞ്ഞ ഒരു വർഷമായി താരം കുടുംബത്തോടൊപ്പം ദുബായിലാണ് താമസിക്കുന്നത്. ബംഗളൂരുവിൽ സ്വകാര്യ പാർട്ടികളുടെ മറവിൽ പങ്കാളികളെ കൈമാറുന്ന സംഘത്തിലെ അംഗങ്ങളെ ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് പിടികൂടി. സുഹൃത്തുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ കാമുകിയെ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയിൽ യുവതിയുടെ കാമുകനായ ഹരീഷ്, ഇയാളുടെ സുഹൃത്ത് ഹേമന്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബലപ്രയോഗത്തിലൂടെയും ഭീഷണിപ്പെടുത്തിയുമാണ് ഇവർ സ്ത്രീകളെ ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് വിധേയരാക്കുന്നതെന്നാണ് വിവരം. 32-കാരിയായ യുവതി പരാതി നൽകിയതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് ഡോക്ടർമാർ. MD മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്നും കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിച്ചെന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് MDയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം MDക്ക് ഹൃദയസ്തംഭനം ഉണ്ടായെന്നും ആരോഗ്യനില ഗുരുതരമാണെന്നുമായിരുന്നു ആശുപത്രി നേരത്തെ പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നത്. ഓക്സിജൻ മാസ്കിന്റെയും മറ്റും സഹായത്തോടെ MD ICUവിൽ തുടരുകയാണ്. ടോപ് 10 ന്യൂസ് അവസാനിക്കുന്നു. നന്ദി. നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ടീം ഇന്ത്യ 217 റൺസാണ് അടിച്ചെടുത്തത്. ക്യാപ്റ്റൻ സ്മൃതി മന്ധാനയുടെ ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് കരുത്തായത്. 47 ബോളിൽ 77 റൺസാണ് സ്മൃതി അടിച്ചുകൂട്ടിയത്. ടോപ് 10 ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.